ജീവിതം മുരുളെടുത്ത് ദിനങ്ങൾ 15 പിന്നിട്ടിരിക്കുന്നു. ഇന്ന് ദുരന്തഭൂമിയെ ചെളിയിൽ മുക്കി വീണ്ടും മഴ പെയ്തു. ഉച്ച കഴിഞ്ഞ് ഇടമുറിയാതെ പെയ്ത കനത്ത മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി. ഇതോടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 3 മണിയോടെ അവസാനിപ്പിക്കേണ്ടി വന്നു. ചൂരൽമലയിൽ താൽക്കാലികമായി നിർമ്മിച്ച പാലം കുത്തൊഴുക്കിൽ തകർന്നടിഞ്ഞു. മഴ കനത്തതോടെ പുത്തുമലയിലെ 15 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മേപ്പാടിയിലെയും തൃക്കൈപ്പറ്റയിലെയും ക്യാമ്പുകളിലേക്കാണ് ഇവരെ മാറ്റിയത്. രാവിലെ നടത്തിയ തിരച്ചിലിൽ 3 മൃതദേഹ ഭാഗങ്ങൾ കൂടി കണ്ടെത്തി. വെള്ളാർ മലയിൽ നിന്നും ചാലിയാറിന്റെ തീരത്തു നിന്നുമാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇന്നത്തെ 3 ബോഡി പാർട്ട് ഔപചാരികമായി മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്ന വിധത്തിൽ ധാരണയുണ്ടായി. അത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ച് എണ്ണമായി കൊടുക്കാൻ പറ്റൂ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രയാസം. യുവജനങ്ങളെ അണിനിരത്തി തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിൽ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ തെരച്ചിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ഈ തെരച്ചിൽ പ്രവർത്തനം തുടരുന്ന ദിവസം വരെ ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാവും എന്നാണ് അറിയിക്കാനുള്ളത്. അതേസമയം 6 അംഗ ഭൗമശാസ്ത്ര വിദഗ്ധ സംഘം ദുരന്തഭൂമിയിൽ ഇന്ന് പരിശോധന ആരംഭിച്ചു. ഉരുൾപൊട്ടലിന്റെ കാരണവും പ്രദേശം വാസയോഗ്യമാണോ എന്ന് കണ്ടെത്തുകയുമാണ് ലക്ഷ്യം. പ്രധാന ഊന്നൽ ഇവിടെ സേഫ് ഏരിയ ഏതാ അൺസേഫ് ഏരിയ ഏതാണ്, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ, അതും കൂടെ നോക്കിയെടുക്കുക എന്നുള്ള ഒരു പ്രത്യേക ഊന്നൽ അതിനകത്താണുള്ളത്. നേരത്തെ സംസ്കരിച്ച ആളുകളെ തിരിച്ചറിയാൻ DNA പരിശോധനാ ഫലങ്ങളുടെ ക്രോസ് മാച്ചിംഗ് തുടരുന്നുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള സംയുക്ത തിരച്ചിൽ നാളെയും തുടരും. മാതൃഭൂമി ന്യൂസ്, വയനാട്.